വാല്യൂ ബൈ സോണിൽ നിൽക്കുന്ന ഒരു ഫണ്ടമെന്റൽ സ്റ്റോക്കിനെയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ഡാറ്റാമെറ്റിക്സ് ഗ്ലോബൽ ലിമിറ്റഡ് ആണ്. ഒരു ഗ്ലോബൽ IT സർവീസ് പ്രൊവൈഡിംഗ് കമ്പനിയാണ്. ഗ്ലോബലി പ്രസൻസ് ഉള്ള കമ്പനിയാണ്. മികച്ച ഫണ്ടമെന്റൽസ് ഉള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു കറക്ഷനിൽ നല്ലൊരു ലെവലിൽ നിൽക്കുവാണ്. ഒരു ട്രെൻഡ് ലൈൻ വരച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, അടുക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷൻ വെച്ചിട്ട് ഇതൊരു സപ്പോർട്ടായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ ഈ ഒരു ചാനൽ വരച്ച് നോക്കിയാൽ, അതായത് ഏകദേശം ജാനുവരി 19th ഒരു നല്ലൊരു അപ്സൈഡ് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു എന്താ പറയുക, സ്ട്രോങ് ആയിട്ടുള്ള ക്യാൻഡലിന്റെ ഒരു മിഡിൽ വെച്ചിട്ട് ഒരു റീട്രേസ്മെന്റ് തരികയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു 287 to 88 റേഞ്ചിൽ അത്യാവശ്യം ഒരു മികച്ച എൻട്രി തന്നെയായിരിക്കും. ഇപ്പൊ നിൽക്കുന്ന ഏകദേശം 300 റേഞ്ചിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും വാല്യൂ ബൈ ആയിട്ടുള്ള ആൾക്കാർക്ക് സ്വിങ്ങിനും അതുപോലെ തന്നെ ഒരു 20-30% അപ്സൈഡ് കിട്ടാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ്. അപ്പോൾ ഒരു 300 to ഒരു 290 അല്ലെങ്കിൽ 280 ആ ലെവൽസിൽ അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റിയ അത്യാവശ്യം നമുക്കൊരു 340 അല്ലെങ്കിൽ 350 ഈവൻ കുറച്ചുകൂടെയൊക്കെ വെയിറ്റ് ചെയ്യാൻ പറ്റിയാൽ ഒരു വിത്തിൻ 1 ഇയർ ഒരു 350 അല്ലെങ്കിൽ 360 റേഞ്ചിൽ നമുക്കൊരു റിട്ടേൺ നൽകാൻ എല്ലാ സാധ്യതകളുമുള്ള ഒരു കമ്പനി, റിട്ടേൺ നൽകാൻ സാധിക്കുന്ന ഒരു കമ്പനി തന്നെയാണ് ഡാറ്റാമെറ്റിക്സ് എന്ന് പറയുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു ഡെയിലി ചാർട്ടാണ്. നമുക്ക് ഇതിന്റെ വീക്ക്ലി ചാർട്ട് നോക്കാം. ഇത് ട്രേഡിംഗ് വ്യൂ പ്ലാറ്റ്ഫോമാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ വീക്ക്ലി ചാർട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഒരു എന്താ പറയുക, 241 ഒരു സപ്പോർട്ടുണ്ട്. അതുവരെ പോകാനുള്ള ചാൻസ് കുറവാണ്. അതിനുശേഷം നമുക്കൊരു സപ്പോർട്ട് കിട്ടുന്നത് നേരത്തെ പറഞ്ഞ 280 അല്ലെങ്കിൽ 275 ആ ഒരു റേഞ്ചിലാണ് ഒരു സപ്പോർട്ട് കിട്ടുന്നത്. പക്ഷെ ഇപ്പോഴത്തെ എന്താ പറയുക, 300 അത്യാവശ്യം നല്ലൊരു റേഞ്ച് തന്നെയാണ്. കമ്പനിയുടെ ഫണ്ടമെന്റൽസ് വെച്ച് നോക്കുമ്പോൾ ഒരു 300 അത്യാവശ്യം ഒരു മികച്ച എൻട്രി തന്നെയാണ്. പേഴ്സണലി ഞാൻ അക്യുമുലേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റോക്ക് കൂടിയാണിത്. തീർച്ചയായിട്ടും നിങ്ങൾ ഇതിനെക്കുറിച്ച് പഠിക്കുക. ഒരിക്കലും ഇതൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആയിട്ട് കരുതരുത്. അത്യാവശ്യം നല്ല സ്റ്റോക്കുകൾ നമ്മൾ ഓരോ വീഡിയോയിലും പരിചയപ്പെടുത്തുന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ അനലൈസ് ചെയ്യുക, അതിനെക്കുറിച്ച് പഠിക്കുക, എന്നിട്ട് മാത്രം ഇതിൽ എൻട്രി എക്സിറ്റ് എടുക്കുക. നമുക്കതിൻ്റെ ഫണ്ടമെന്റൽസിൽ ഒന്ന് എത്തി നോക്കാം. ഫ്രീ ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് 317 crores ആണ്. അതുപോലെ ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് പ്രൈസ് ടു സെയിൽസ് ആണ്. നമുക്കറിയാം, പ്രൈസ് ടു സെയിൽസ് എന്ന് പറയുന്നത് നമ്മൾ ഫണ്ടമെന്റൽസിനെ കുറിച്ചിട്ട് എടുത്തിട്ടുള്ള ഒരു ടോപ്പിക്കിൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അതായത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനെ സെയിൽസ്, ആനുവൽ സെയിൽസ് അല്ലെങ്കിൽ റവന്യൂ കൊണ്ട് ഡിവിഷൻ ചെയ്യുമ്പോഴാണ് നമുക്കൊരു പ്രൈസ് ടു സെയിൽസ് വാല്യൂ കിട്ടുന്നത്. 1.31 ആണ്. പക്ഷെ ഒരു 1 അല്ലെങ്കിൽ ഒരു എന്താ പറയുക 1.10 ഒക്കെ അത്യാവശ്യം മികച്ച ഒരു ഫിഗറാണ്. തീർച്ചയായിട്ടും ഒരു 280 വരുമ്പോൾ ഇത് ആൾമോസ്റ്റ് ഒരു 1.10 ലെവലിലെത്തും. അപ്പോൾ മികച്ച ഒരു ബൈ ആയിട്ട് നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യാം. ബാക്കി എല്ലാ ഫാക്ടേഴ്സും മികച്ചതാണ്. ബുക്ക് വാല്യൂ 158, അതുപോലെ ഇൻട്രിൻസിക് വാല്യൂ 303, സ്റ്റോക്ക് പി എന്ന് പറയുന്നത് 10.3, ഇൻഡസ്ട്രി പി എന്ന് പറയുന്നത് 32 ആണ്. അപ്പോൾ ഈ ഒരു 10.3 എന്ന് പറയുന്ന ഒരു 15 ആകുമ്പോൾ നമുക്കൊരു 340-350 റേഞ്ചിൽ ഇത് നമുക്കൊരു റിട്ടേൺ ബുക്ക് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ഒരു ഗെയിൻ നമുക്ക് അവിടെ കിട്ടും. ROE ROC വളരെ മികച്ചതാണ്. അതുപോലെ തന്നെ കമ്പനിക്ക് അത്യാവശ്യം മികച്ച ഓർഡർ ബുക്ക്, ഓർഡേഴ്സ് കിട്ടുന്നുണ്ട്. ഓർഡർ ബുക്ക് സ്ട്രോങ് ആണ്. ഡെപ്റ്റ് ടു ഇക്വിറ്റി 0.06 ആണ്. പ്രൊമോട്ടേഴ്സ് ഹോൾഡിംഗ് ചെറുതായിട്ടൊന്ന് ഡിപ്പ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ക്വാർട്ടറിൽ. അല്ലാതെ ബാക്കി എല്ലാ ഫാക്ടേഴ്സും മികച്ചത് തന്നെയാണ്. നമുക്കതിൻ്റെ ഡാറ്റാമെറ്റിക്സ്, ഓക്കെ, അതിൽ അനലിസ്റ്റ് റേറ്റിംഗ് എന്ന് പറയുന്നത് 395-400 റേഞ്ച് ടാർഗറ്റാണ് അവർ കൊടുത്തിട്ടുള്ളത്. ഏകദേശം ഓക്കെ, ഒരൊറ്റ അനലിസ്റ്റ് മാത്രമേ ബൈ കൊടുത്തിട്ടുള്ളൂ, സെല്ലാരും കൊടുത്തിട്ടില്ല. നമുക്കതിൻ്റെ കൺസോളിഡേറ്റഡ് റിസൾട്ട് നോക്കാം. ഡിസംബർ 2022 383 ആയിരുന്നു. തൊട്ട് മുന്നത്തെ ക്വാർട്ടറായ സെപ്റ്റംബർ 2022 353 ആയിരുന്നു. ലാസ്റ്റ് ഇയർ 306.4 crores ആയിരുന്നു റവന്യൂ എന്ന് പറയുന്നത്. ഇപ്പോൾ അത് 383 ആയിട്ട് കൂടിയിട്ടുണ്ട്. ഈവൻ 2021 291 ആയിരുന്നു. ആൾമോസ്റ്റ് ഒരു 2 വർഷം കൊണ്ട് ഒരു 100 crores ഒരു റവന്യൂ ഇൻക്രീസ് ആണ് വന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം, ഓരോ ക്വാർട്ടറിലും ഇംപ്രൂവ് ചെയ്താണ് വന്നിട്ടുള്ളത്. എന്നാൽ മാർച്ച് 2021 മുതൽ
ഡിസംബർ 2022 വരെ നോക്കിയാൽ റവന്യൂ ക്രമേണ കൂടി വരുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ കമ്പനിയുടെ ഇപ്പോഴത്തെ എന്താ പറയുക ഓർഡർ ബുക്ക് സ്ട്രെങ്ത് കൂടെ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും അടുത്ത വരുന്ന ക്വാർട്ടറുകളിലും മികച്ച ഒരു റവന്യൂ ഗ്രോത്ത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 51.6 നിന്ന് 59 ആയിട്ട് കൂടിയിട്ടുണ്ട്. ഡിസംബർ 2021 50.5 ആയിരുന്നു. ഡിസംബർ 2020 38.9 ആയിരുന്നു. അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിലും അത്യാവശ്യം മികച്ച ഗ്രോത്ത് ആണ് കാഴ്ചവെക്കുന്നത്. ഞാൻ എല്ലാ പോയിന്റ്സിലും പോകുന്നില്ല. ബേസിക് EPS TTM എന്ന് പറയുന്നത് ട്രയലിംഗ് 12 months എന്ന് പറയുന്നത് 28.1 നിന്ന് 29.7 എത്തിയിട്ടുണ്ട്. എന്നാൽ അത് കഴിഞ്ഞ ഡിസംബർ 2021 അത് 23.8 ആയിരുന്നു. തീർച്ചയായിട്ടും അത്യാവശ്യം പെർഫോം ചെയ്യുന്ന കമ്പനിയാണ്, അത്യാവശ്യം ഫണ്ടമെന്റൽസ് ഉള്ളത് കമ്പനിയാണ്. അതുപോലെ തന്നെ റവന്യൂയിലായാലും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിലായാലും നെറ്റ് പ്രോഫിറ്റിലായാലും എല്ലാം തന്നെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് കാഴ്ചവെക്കുന്ന ഒരു കമ്പനി തന്നെയാണ്. നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കൂടെ നോക്കാം. നെറ്റ് പ്രോഫിറ്റ് നോക്കിയാലും ഇപ്പോൾ ഡിസംബർ 2022 45.87, തൊട്ട് മുന്നത്തെ സെപ്റ്റംബറിൽ 39.96, അതുപോലെ 43.4 ആയിരുന്നു ജൂൺ 2022. എന്തായാലും ഒരു ക്രമേണ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ചെറിയ വേരിയേഷൻ ഉണ്ടെങ്കിലും ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആണ് കമ്പനി കാഴ്ചവെക്കുന്നത്. ഞാൻ എല്ലാ ഫാക്ടേഴ്സിലോട്ടും പോകുന്നില്ല. ഇയർ ഓവർ ഇയർ പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ മാർച്ച് 2022 59.17 ആയിരുന്നു. അതായത് നമ്മുടെ ഡിസംബർ 2022 അപേക്ഷിച്ചിട്ട് ജൂൺ 2022 മാർച്ച് 2022 അപേക്ഷിച്ച് 9.68 കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ സെപ്റ്റംബർ 2022 നിന്നും ഡിസംബർ 2022 ആയപ്പോൾ ആൾമോസ്റ്റ് 24.06 ആയിട്ട് കൂടിയിട്ടുണ്ട്. കമ്പനിയുടെ ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ് വെച്ചിട്ട് വീണ്ടും മികച്ച ഫിഗേഴ്സ് തന്നെ കാഴ്ചവെക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഫണ്ടമെന്റൽസ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ബാക്കി എല്ലാ ഫാക്ടേഴ്സും ROCE ആയാലും ROE ആയാലും ഒരു 22 ഉണ്ട്, അതുപോലെ തന്നെ 18.3 ഉണ്ട് ROCE. ഫണ്ടമെന്റൽസ് ടെക്നിക്കൽസ് നോക്കുകയാണെങ്കിലും ഒരു 300 റേഞ്ചിൽ പക്ഷേ ഒരു വാല്യൂ ബൈ ആണെങ്കിൽ, ഒരു വാല്യൂ ബൈ നോക്കുന്നവരാണെങ്കിൽ ഒരു 280 275 വരെ വെയിറ്റ് ചെയ്യാം. പക്ഷേ പേഴ്സണലി എനിക്കൊരു 300 ഓക്കെയാണ്, ഒരു ഓക്കെ ബൈ ആണ്. 300 to 280 ഒരു മികച്ച അക്യുമുലേഷൻ സോൺ തന്നെയാണ്. ഒരു 400 അല്ലെങ്കിൽ 350 റേഞ്ചിൽ നമുക്കൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു മികച്ച റിട്ടേൺ നൽകാൻ സാധ്യതയുള്ള ഒരു കമ്പനി തന്നെയാണ്. ഞാനതിൻ്റെ ഓരോ പോയിന്റിലോട്ടും പോകുന്നില്ല. അതുപോലെ കമ്പനി ഈ ഒരു മാർക്കറ്റ് ക്രാഷിൽ അല്ലെങ്കിൽ കറക്ഷനിൽ അത്യാവശ്യം ഒരു റീട്രേസ്മെന്റ് എടുക്കുന്ന അല്ലെങ്കിൽ ഒന്ന് കൺസോളിഡേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ സ്റ്റോക്കിന്റെ ടെക് ലെവൽസ് എന്ന് പറയുന്നത്. നമുക്കതിൻ്റെ മൂവിങ് ആവറേജ് നോക്കാം. മൂവിങ് ആവറേജ് ഒരു 30ക്ക് താഴെ ജസ്റ്റ് ക്രോസ് ചെയ്യുകയാണ്. പക്ഷേ ഈ ഒരു നേരത്തെ പറഞ്ഞ പോലെ 280 അത്യാവശ്യം മികച്ച സപ്പോർട്ടാണ്. ആ ഒരു ലെവലിൽ കൂടെ കിട്ടിയാൽ നമുക്ക് അത്യാവശ്യം മികച്ച ഒരു റിട്ടേൺ തന്നെ ഈ ഒരു കമ്പനി നൽകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു കമ്പനി കുറിച്ച് പഠിക്കുക, തീർച്ചയായിട്ടും സ്വയം അനലൈസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യണമെങ്കിൽ @സ്റ്റോക്ക് ഫ്രണ്ട് എന്ന് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ മറ്റൊരു സ്റ്റോക്കുമായിട്ട് അടുത്ത ആഴ്ച എത്തുന്നവരെ ഗുഡ് ബൈ.